ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 35 ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. ത്വം വാർത്താകർണനോദ്യൻ ഗരുദുരുജവസമ്പാദി വാക്യാം പ്രോർത്തിർണാർണോധിരന്തർനഗരി ജനകജാം വീക്ഷ്യതത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷ ക്ഷപണജനരണ സോടബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഛടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗദേ. അന്വയം. അർത്ഥം: ത്വദ്വാർത്താകർണനോദ്യൻ ഗരുദുരുജവസമ്പാദി വാക്യ പ്രോർത്തിർണാർണോതി. അങ്ങയുടെ വിവരം കേട്ടതു നിമിത്തം വീണ്ടുമുണ്ടായ ചിറകുകൾ കൊണ്ട് വേഗത്തിൽ പറന്നുപോയ സമ്പാദിയുടെ വാക്കനുസരിച്ച് തരണം ചെയ്യപ്പെട്ട സമുദ്രത്തോടു കൂടിയവനായി അന്തർനഗരി ലങ്കാനഗരത്തിൽ ജനകജാം സീതയെ വീക്ഷ്യ കണ്ടിട്ട് അങ്കുലീയം മോതിരം ദത്വാ നൽകിയിട്ട് ഉദ്യാനം രാവണൻ്റെ അശോകവനികയെ പ്രക്ഷുദ്യ അടിച്ചു പൊടിച്ചിട്ട് അക്ഷക്ഷമണ ചണരണക അക്ഷകുമാരനെ കൊന്നു നിമിത്തം ഭയങ്കരമായ യുദ്ധത്തോടു കൂടിയവനും സോടബന്ധ മേഘനാഥൻ്റെ ബ്രഹ്മാസ്ത്ര ബന്ധനം സഹിച്ചവനുമായി ദശാസ്യം രാവണനെ ദൃഷ്ട്വ കണ്ടിട്ട് ലങ്കയെ പൃഷ്ട്വാച്ച ദഹിപ്പിക്കുകയും ചെയ്തു. സ ഹനുമാൻ ആ ഹനുമാൻ ഛടിതി വേഗത്തിൽ തേ അങ്ങയ്ക്ക് മൗലിരത്നം ചൂടാരത്നം ദദൗ തരുകയും ചെയ്തു. ഹരിവും. സാരം: ശ്രീരാമൻ്റെ വിവരം കേട്ടറിഞ്ഞ് വീണ്ടും ചിറക് വെച്ച് വേഗത്തിൽ പറന്നകന്നുപോയ സമ്പാദി എന്ന പക്ഷിശ്രേഷ്ഠൻ്റെ വാക്കനുസരിച്ച് സമുദ്രം ചാടിക്കടന്നു ലങ്കാനഗരത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയും സീതയെ കണ്ട് അങ്കുലിയം നൽകുകയും ചെയ്തതിനു ശേഷം അക്ഷകുമാരനെ വധിച്ചും ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധനസ്ഥനായ പോലെ കിടന്ന് രാവണനെ നേരിൽ കണ്ട് ലങ്കയെ ദഹിപ്പിച്ചതിന് ശേഷം ആ ഹനുമാൻ മടങ്ങി വന്ന് രാമൻ്റെ കയ്യിൽ സീതയുടെ ചൂടാരത്നം നൽകി. ഹരിവോ. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 35 ശ്ലോകം. ത്വം സുഗ്രീവാംഗദാദിപ്രബല കപിജമൂചക്രവിക്രാന്തഭൂമിം ചക്രോ അവിക്രമ്യ പാരേ ജലധി നിശ്ചരേന്ദ്രാനുജാശ്രീയമാണ തൻ പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാപ്തനാപാത്യരോഷാം പ്രാസ്താഗ്നേയാസ്ത്രതേജ സത്രസ്വം ഉദതിഗിരാ ലപ്തവാൻ മധ്യമാർഗം. അന്വയം. അർത്ഥം: സുഗ്രീവ അംഗദാദി പ്രബല കപിചമൂചക്ര വിക്രാന്ത ഭൂമി. സുഗ്രീവൻ, അംഗദൻ ആദിയായ പ്രബലരായ വാനര സൈന്യ സമൂഹത്താൽ ആക്രമിക്കപ്പെട്ട ഭൂചക്രവാളത്തോടു കൂടിയവനായി അഭിക്രമ്യ യാത്ര തിരിച്ചിട്ട് പാരേ ജലധി സമുദ്രതീരത്തെ നിശിചരേന്ദ്രാനുജാശ്രീയമാണ് നിശിചര രാജാവായ രാവണൻ്റെ അനുജനാൽ ശരണം പ്രാപിക്കപ്പെട്ടവനും തത്പ്രോക്തം വിഭീഷണനാൽ പറയപ്പെട്ട ശത്രുവാർത്താം ശത്രുവിൻ്റെ വിവരം രഹസി ഏകാന്തതയിൽ
നിശമയൻ കേൾക്കുന്നവനും ആയ തും അങ്ങ്. പ്രാർത്ഥന പാർത്ഥ്യരോഷ പ്രസ്ഥാഗ്നേയാസ്ത്ര തേജസ്തത്ര സതുദതി ഗിര. അഭ്യർത്ഥനയുടെ പ്രയോജനമില്ലായ്മയാൽ ഉണ്ടായ കോപം നിമിത്തം പ്രയോഗിക്കപ്പെട്ട ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ്സിനാൽ ഭയന്ന അവശനായ സമുദ്രത്തിൻ്റെ വാക്കനുസരിച്ച് മധ്യമാർഗം, സമുദ്രമധ്യത്തിലൂടെ യാത്ര ചെയ്യാൻ വേണ്ട മാർഗം ലബ്ധവാൻ ലഭിച്ചു. ഹരി ഓം. സാരം: എല്ലാ ദിക്കുകളിൽ നിന്നും പർവ്വതങ്ങൾ കൊണ്ടുവന്ന് കടലിൽ നിക്ഷേപിച്ച് ചിറകെട്ടി അതിലൂടെ അവർ ലങ്കയിൽ എത്തിച്ചേർന്നു. പല്ലും നഖവും പർവ്വതവും പനയും എല്ലാം ഉപയോഗിച്ച് രാക്ഷസന്മാരെ നശിപ്പിച്ചു. രാമലക്ഷ്മണന്മാർ യുദ്ധത്തിൽ വല്ലാത്ത പരാക്രമം കാണിച്ചു. ഇന്ദ്രജിത്ത് നാഗാസ്ത്രം പ്രയോഗിച്ചു അവരെ മയക്കി. ഗരുഡൻ്റെ ആഗമനം കൊണ്ട്